മാഷ മുന്നറിയിപ്പുകളെത്തി സേനകൾ പാഞ്ഞു വരുന്നു. ഈ മഴ കടുക്കുമ്പോൾ കേരളം വല്ലാത്തൊരു ഭയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാനത്ത് ചുഴലിക്കാറ്റിനെയും അനുബന്ധ ദുരന്തങ്ങളെയും തടയാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ഏപ്രിൽ 11 മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുമെന്നാണ്. 13 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 26 സ്ഥലങ്ങളിൽ ഒരേ സമയമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ഇതിലെ പോരായ്മകളും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇനിയും ഒരു പ്രളയം ഉണ്ടാകുമോ? ഒരു മഴ ഒരു ദിവസം ഫുള്ള് നീണ്ടു നിന്നാൽ കേരളം മുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴുള്ള ഒരു ഭൂപ്രകൃതിയുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ മാഷെ? ജാഗ്രതയ്ക്കപ്പുറം ഒരു ഭയത്തിന്റെ ആവശ്യകതയുണ്ട് ഇപ്പോൾ. അല്ല, കേരളത്തിൽ ഈ ദുരന്ത നിവാരണ സമിതിയും അതിൻ്റെ നേതൃത്വമൊക്കെ നിരന്തരം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാഗ്രതയായിരിക്കുക എന്നാണ്. ഈ ജാഗ്രതയായിരുന്നതുകൊണ്ട് മാത്രം കേരളം രക്ഷപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം ഇപ്പോൾ ജാഗ്രത കുറവുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളുടെ ഉരുൾപൊട്ടലും അതുപോലെ പ്രളയവും ഒക്കെ നമ്മളെ ബാധിച്ചത്. നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പാർട്ട് കാലാവസ്ഥയിൽ വരുന്ന വലിയ വ്യതിയാനങ്ങൾ അതിങ്ങനെയൊക്കെ ആക്കി തീർക്കും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രളയകാലത്ത് എൻ്റെ വീട്ടിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറിയിരുന്നു. അത് കുറവാണ് ശരി. എൻ്റെ പെങ്ങളുടെ വീട്ടിലാണെന്ന് വെച്ചാൽ 2 നില മുങ്ങി വെള്ളം എല്ലാത്തിനെയും തീർത്തു ശരിക്കും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾ. ഒരിക്കലും ഇങ്ങനെ പ്രളയം വന്ന് നമ്മളെ മുക്കിക്കൊല്ലും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് അങ്ങനെയുള്ള ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1964 ആണ് എനിക്ക് പഴയൊരു പ്രളയകാലം ഓർമ്മയുള്ളത്. അതുതന്നെ ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല, വളരെ ചെറുതായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ കണ്ണയ്ക്ക് വെള്ളം മാത്രമാണ് പറമ്പിലൊക്കെ അന്ന് കയറുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത്ര ഭീകരമായിട്ടുള്ള ഒരു പ്രളയമാണ് നമ്മളെ വിഴുങ്ങിക്കൊണ്ടുപോയത്. പിന്നീട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഉരുൾപൊട്ടലും ചുഴലിക്കാറ്റും കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളം സുരക്ഷിതമായിട്ടുള്ള ഒരിടം അല്ലാത്ത ഒരു ഫീൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ദുരന്ത നിവാരണ സേനയുടെയും അതിൻ്റെ സമിതിയുടെയും അതിൻ്റെ നേതൃത്വത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് കേരള ജനതയെ ഭയപ്പാടിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളതാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതൊരാവശ്യമാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഈ ഏപ്രിൽ 11 കേരളത്തിലെ 13 ജില്ല തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളിൽ അവർ മോക്ക് ഡ്രിൽ നടത്തി അവിടെയുള്ള ജനങ്ങളെയും പൊതുവെ അതെല്ലാം ടെലിവിഷനിൽ കാണിക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഈ പ്രളയം, ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് നേരെ മനുഷ്യനെ പ്രതിരോധപ്പെടുത്താനായിട്ടുള്ള ഒരു സംഭവമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതുകൊണ്ട് ജാഗ്രത മാത്രം പോരാ, മുൻകരുതലുകൾ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങൾ, ഇപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകൾ ഈ മഴക്കാലത്ത് അവർ മാറി താമസിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുരന്തമാണ്. നമുക്ക് ചൂരൽമലയിൽ നിന്നും അതേപോലെ തന്നെ വയനാട്ടിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയ പാഠം അതാണ്. അപ്പോൾ അവിടെ മാത്രമാണ് ഉണ്ടാകുമ്പോൾ അല്ല, കേരളത്തിൻ്റെ പലയിടങ്ങളിലും. ഇപ്പോൾ ഇടുക്കി ജില്ലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയുടെ ചില കിഴക്കൻ ഭാഗങ്ങളെന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ പല ജില്ലകളിലും ഈ പറയുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളും വന്ന് മനുഷ്യനെ കൊന്നുകളയാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ജാഗ്രത കൊണ്ട് മാത്രം അതിനെ പിടിച്ചെടുത്താനായിട്ട് കഴിയില്ല. അതോടൊപ്പം മുൻകരുതലും നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനിൽ ഏത് സമയത്തും സുനാമി വരുന്നതാണ്. അവർ ജാഗ്രത മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ വീടുകൾ പോലും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിൽ അതിജീവന ശേഷിയുള്ള തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അവർ സൈറണൊക്കെ വെച്ച് ഇതിൻ്റെ സാധ്യതകളൊക്കെ വരുന്ന സമയത്ത് തന്നെ മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ജനങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് അതിനോട് അതിനെ പ്രതിരോധിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും അതിന് ഈ നമ്മുടെ വർഷകാലത്ത്
അതിന് സമാനമായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാവണം. അതുണ്ടാക്കി തരേണ്ട ജോലി എന്ന് പറയുന്നത് ഈ ദുരന്ത നിവാരണ സേനയുടെ സംഘത്തിൻ്റെയൊക്കെ ഒരു ജോലിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരി. പക്ഷെ പണ്ട് ഇന്തോനേഷ്യയിൽ സുനാമി വന്നപ്പോൾ പറഞ്ഞു ഇന്തോനേഷ്യനല്ലേ നമുക്കെന്താ എന്ന് ചോദിച്ച് നാക്ക് വായിലിടുന്നതിന് മുന്നേ കേരളത്തെ സുനാമി വിഴുങ്ങി എന്ന് കന്യാകുമാരിയിലൊക്കെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഭൂചലനത്തിന്റെ സംഹാര താണ്ഡവമാടിക്കൊണ്ട് ഭൂചലനം ഉണ്ടാകുമെന്നാണ് ജപ്പാനിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അത് ജപ്പാനിലല്ലേ, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഏപ്രിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിനും ഭൂചലനത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ജാഗ്രത പാലിച്ച് മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഇതുണ്ടാകും, കുറേ ജനങ്ങളുടെ ജീവൻ ഇല്ലാതാകും. ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ജനങ്ങൾക്ക് ഈ മഴക്കാലമാകുമ്പോൾ മലയോര പ്രദേശത്തും തീരദേശത്തും ഒക്കെ താമസിക്കുന്നവർക്ക് വലിയ ഭയമാണ്. തങ്ങളുടെ ജീവൻ എന്ത് ഗ്യാരണ്ടിയാണുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരുകൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അല്ല, ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ്. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം. അവർക്കങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള തീരദേശവാസികളെന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ആ സമൂഹത്തിന് അവിടെ നിന്ന് ഒരിക്കൽ പോലും ഒഴിഞ്ഞു പോകാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ജീവിതം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കടലിനോട് മല്ലടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട സൗകര്യം എന്ന് പറയുന്നത് ഈ ദുരന്തത്തെ, ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വരുന്ന വാർത്ത എന്താണ്? വേലിയേറ്റം വന്ന സമയത്ത് വെള്ളം പറമ്പുകളിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പറമ്പും മുങ്ങി ഏതാണ്ട് പ്രളയ സമാനമായിട്ടുള്ള രീതിയിൽ മാറിയിരുന്നു. ഊരു ജലം, ഉപ്പുവെള്ളം കയറി ആളുകളുടെ ജീവിതം തന്നെ ദുസ്സഹമായി ഇരിക്കുകയാണ്. അതിനെന്ത് പ്രതിവിധിയാണ്? ഒരു പ്രതിവിധിയും ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രകൃതിയുടെ വലിയ തരത്തിലുള്ള മാറ്റമാണ്. ആ മാറ്റം താഴ്ന്ന പല പ്രദേശങ്ങളെയും ജലത്തിനടിയിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഉള്ള പഠനങ്ങൾ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിലായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കൊച്ചി വെള്ളത്തിൻ്റെ അടിയിൽ പോകും എന്നാണ് പറയപ്പെടുന്നത്. കൊച്ചിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീരപ്രദേശങ്ങൾക്കൊക്കെ ആ സാധ്യത കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ജീവിതക്രമവും ജീവിത രീതികളും തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഇവിടെ നിന്ന് മാറി അവർക്ക് താമസിക്കാൻ പറ്റില്ല, പക്ഷേ അവരവിടെ താമസിക്കുകയും ഇതുപോലെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുകയും വെള്ളം നിറയുന്ന കാലഘട്ടം വരുന്ന സമയത്ത് വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. എന്നിട്ട് അത് ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചവിടെ വരണം. ആ രീതിയിലുള്ള ഒരു ജീവിതക്രമം പുതുതായിട്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ടി വരും. ഇത് തന്നെയാണ് മലയോര പ്രദേശങ്ങളിലും ചെയ്യാനായിട്ട് കഴിയുന്ന. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വർഷകാലമാകുന്ന സമയത്ത് അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കണം. എന്നിട്ട് ഈ ഭൂപ്രകൃതി തങ്ങൾക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറുമ്പോൾ അവർ തിരിച്ചു വരിക. അതൊക്കെ കരണീയമായ കാര്യമുള്ളൂ. എന്നേക്കുമായിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല. കാരണം അവരുടെ ജീവിതം ആ പ്രദേശവുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തങ്ങൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെല്ലാം തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ തകരാറുകളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് അത് പഠിച്ച് അതിനനുസരിച്ചുള്ളൊരു ജീവിതക്രമം കൊണ്ട് മാത്രമേ നമുക്ക് ഇതിന് പരിഹാരമുള്ളൂ. അല്ലാണ്ട് നിത്യമായൊരു പരിഹാരം എന്ന് പറയുന്നതില്ല. കടലിനെ വേലി കെട്ടി തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രദേശങ്ങളിൽ വന്നു വീഴുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ ആ ഡെൻസിറ്റിയെ താങ്ങാനായിട്ട് ഒരിക്കലും ആ പർവ്വതനിരകൾക്ക് സാധ്യമല്ലാതായി തീരുമ്പോഴാണ് അത് താഴേക്ക് കിനിഞ്ഞിറങ്ങി പാറ അടക്കമുള്ളതായിട്ടുള്ള മണ്ണിനെ ഇളക്കി പെട്ടെന്ന് വലിയ പ്രവാഹമായിട്ട് താഴേക്ക് അടിച്ചിറക്കുന്നത്. അതിനെയൊക്കെ തടയൽ അസാധ്യമാണ് ശരിക്കും പറഞ്ഞാൽ.